എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സംരംഭകത്വത്തിന് ആവശ്യമായ ഒരു മൈൻഡ് സെറ്റിനെ പറ്റിയാണ്. പല ആളുകളും പലപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ജോലി ചെയ്യുന്നു, എനിക്ക് ബിസിനസ്സൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈ പഠിത്തം കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ് ചെയ്യാനാണ് താല്പര്യം. ചിലപ്പോൾ ഞാൻ ഫാമിലി ബിസിനസ്സിലുള്ള ഒരാളാണ്, എനിക്കും ഇനി ബിസിനസ്സിലേക്ക് വരണം. എൻ്റെ ഒരു മൈൻഡ് സെറ്റൊക്കെ ഞാൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് അനുയോജ്യമായ ഒരു മൈൻഡ് സെറ്റാണോ? ഇനി ചില ആളുകൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ബിസിനസ്സാണ് ചെയ്യണമെന്ന്, കാരണം ഇപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റ് അതിലേക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 10 കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ 10 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യവസായം ചെയ്യാൻ നമ്മൾ എത്രത്തോളം അതിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലാണോ നമ്മുടെ ചിന്ത പോകുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്. ഒരു നല്ല സംരംഭം നടത്തുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സംരംഭകനാകുന്ന വ്യക്തി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ട് നടക്കുന്ന ആളെന്നുള്ളതാണ്. കാരണം എവിടെയും അവസരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. എവിടെയാണ് ഇനി അവസരമുള്ളത്, എന്താണ് ഞാൻ ഇനിയും പഠിക്കേണ്ടത്, ലേണിങ്ങിന് വേണ്ടി ഓപ്പൺ ആവുന്നു, റിസ്കുകൾ എടുക്കാൻ വില്ലിങ് ആവുന്നു. ഫെയിലിയർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നു. അതിൻ്റെ അർത്ഥം സ്ഥിരമായ ഫെയിലിയർ ആവണം എന്നുള്ളതല്ല, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പുതുമ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പുതിയ അവസരങ്ങൾ തേടുകയും ചെയ്യുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ടത്. അതായത് ഒരിക്കലും ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവാതെ മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത ഉണ്ടാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. കാരണം ഈ സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. നമ്മൾ ഇപ്പോൾ തീം പാർക്കുകളിലൊക്കെ നമ്മൾ പോകുമല്ലോ, പലപ്പോഴും അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ കാണുന്ന റോളർ കോസ്റ്ററൊക്കെ പോലെ ആളുകൾ കയറി, കുട്ടികളൊക്കെ കയറി കളിക്കുന്ന ആ കയറ്റിറക്കം പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു മേഖലയാണ് സംരംഭകത്വം. അപ്പോൾ എന്ത് വേണം, എത്രത്തോളം പ്രശ്നങ്ങളിൽ നിന്ന് സെറ്റ് ബാക്കുകളെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്നു. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പലരും പറയുന്ന കാര്യമാണ്, അയ്യോ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ച് എൻ്റെ തൊഴിലാളികൾ പോയി, ഇനി ഞാൻ ആരെയും വിശ്വസിക്കില്ല, എങ്ങനെ ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് അല്പം എൻ്റെ പണം ഈ വഴിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ പഠനം തന്നെയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അതിൽ നിന്നൊന്നും പിൻവാങ്ങുക എന്നുള്ളതല്ല, റെസിലിയൻ്റായി എത്രയും വേഗം ആ പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. മൂന്നാമത്തെ കാര്യം ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. ഒരു ഓൺട്രപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് നമ്മൾ ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയുന്ന പോലെ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എങ്ങനെ നിലവിലുള്ള പല പ്രശ്നങ്ങളെയും പല കോമ്പറ്റീറ്റേഴ്സും അതിജീവിക്കുന്നത് എങ്ങനെയാണ്, അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർക്ക് ഇതിനേക്കാൾ മികച്ച സൊല്യൂഷൻ എന്ത് കൊടുക്കാം, എന്ത് ഭംഗിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഈ ക്രിയേറ്റീവ് തിങ്കിങ് എപ്പോഴും ഉണ്ടാവുക. നാലാമത്തെ കാര്യം കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു, അവിടെ കൂടുതൽ വാല്യൂ ക്രിയേഷൻ നടത്തുന്നു, കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നു, എമ്പതിയോടുകൂടി തിങ്ക് ചെയ്യണു, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, വരാനിരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, പുതുതലമുറയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, എല്ലാം കസ്റ്റമറെ ഫോക്കസ് ചെയ്താണ് ചിന്തിക്കുന്നത്. അഞ്ചാമത്തെ കാര്യം ആക്ഷൻ ഓറിയൻറ്റേഷനാണ്. ആക്ഷൻ ഓറിയൻറ്റേഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിന് വേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുന്ന ആളുകളുമാണ് ഓൺട്രപ്രണേഴ്സ്. വരാനിരിക്കുന്ന ഓരോ ആക്ഷനെയും നമ്മുടെ മൈൻഡിൽ കാണണം. ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് ഇന്ന സീസണുകൾ മുന്നിൽ വരുന്നു, ഇന്ന അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു, ഇന്നതാണ് നമ്മുടെ ബിസിനസ്സിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതിന് മുൻകരുതലുകളായിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്തു പോകണം, കാര്യങ്ങൾ നടത്തിയെടുക്കണം, റിസ്ക് ഉണ്ട്, അതിനെ അതിജീവിക്കണം. ഇതാണ് ആക്ഷൻ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത്. ആറാമത്തെ കാര്യം പേഴ്സിവറൻസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു മാനസിക സന്തോഷത്തിന് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല സംരംഭം നടത്തുക എന്ന് പറയുന്നത്. പകരം എങ്ങനെയായിരിക്കണം, നമുക്ക് ചില കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോകാതെ, അതായത് കൂടുതൽ പഠനം ആവശ്യമാണ്, കൂടുതൽ ബന്ധങ്ങൾ ആവശ്യമാണ്, പല ചലഞ്ചുകളെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകണം. എന്നും ഐറ്റം വില കുറച്ച് വിൽക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ബിസിനസ്, കടം കുറേ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ബിസിനസ്. ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം, അതിനുള്ള ആ ഒരു ആത്മബലവും നമുക്ക് വേണം, അതിനുള്ള പഠനവും വേണം, അതിനുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ബിസിനസ്സിൽ കൊണ്ടുവരണം. ചിലപ്പോഴൊക്കെ നമ്മൾ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് പോകണ്ടാവും, അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് വേണം. അപ്പോൾ സ്ഥായിയായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉറച്ചു നിന്ന് കാര്യം നേടിയെടുക്കാനുള്ള ആ ഒരു അവസ്ഥയാണ് പേഴ്സിവറൻസ് എന്ന് പറയുന്നത്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കണം ബിസിനസ്സിനെ സമീപിക്കേണ്ടത്. ഏഴാമത്തെ കാര്യം റിസ്ക് ടേക്കിംഗ് ആണ്. എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിസ്ക് ടേക്കിംഗ്. പക്ഷേ അതിൻ്റെ അർത്ഥം റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഉണ്ട് എങ്കിലും അതിലൊരു കാൽക്കുലേറ്റഡ് റിസ്കിലേക്ക് എത്രത്തോളം ആയി വരുന്നുണ്ട്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ അനിശ്ചിതാവസ്ഥകളുണ്ട്, ഫെയിലിയറിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ റിസ്ക്
അസസ് ചെയ്യുക എന്ന് പറയുന്നതും റിസ്കിനെ അതിജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതും ഓരോ മിസ്റ്റേക്കുകളിൽ നിന്ന് ലേൺ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് സക്സസ്സിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എട്ടാമത്തെ കാര്യം സെൽഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആകുക എന്നുള്ള കാര്യമാണ്. എപ്പോഴും ഒരു സംരംഭകൻ ചെയ്യേണ്ട കാര്യം അതിൻ്റെ അകത്ത് ഒരുപാട് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ഈ ഓൺടർപ്രണർഷിപ്പിലുണ്ട്. അപ്പോൾ സംരംഭകൻ എപ്പോഴും എങ്ങനെയായിരിക്കണം, പലപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ആരെങ്കിലും വന്ന് പുറകിൽ നിന്ന് നമ്മളോട് പറയാമെന്നുള്ളതല്ല, നമുക്ക് വരാനിരിക്കുന്ന തടസ്സങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റും, എനിക്കിത് സാധിക്കും, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ള അറിവുണ്ട്, കഴിവുണ്ട്, ബന്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാനത് നേടിയെടുക്കുമെന്ന ഉത്തമ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. ഒമ്പതാമത്തെ കാര്യം പാഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നാണ് അവരുടെ ഡീപ്പ് പാഷൻ. അവരേത് മേഖലയിൽ നിൽക്കണോ ആ ഇൻഡസ്ട്രിയോട്, ആ മേഖലയോട്, അതിലുള്ള കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള താല്പര്യം, എല്ലാത്തിലും ഒരു പാഷനേറ്റ് ആയിരിക്കണം. പാഷനാണ് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തുന്നതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈംസിലൂടെയൊക്കെ നമുക്ക് കടന്നു പോകുമ്പോഴും ശക്തി നൽകുന്നത്. പത്താമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യമാണ് അഡാപ്റ്റബിലിറ്റി. ഒരു ഓൺട്രപ്രണർ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഈ മേഖലയെ പറ്റി വിചാരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ അല്ലായിരിക്കാം, നമ്മൾ വിചാരിക്കാത്ത പല ചലഞ്ചസും നമുക്കുണ്ടാവും, പല മാറ്റങ്ങളും നമുക്കുണ്ടാവും. നമ്മുടെ കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് മാറുന്നു, സപ്ലയറുടെ മൈൻഡ് സെറ്റ് മാറുന്നു, മാർക്കറ്റിലെ റിക്വയർമെൻറ്റുകൾ മാറുന്നു, ജോലി ചെയ്യാൻ വരുന്നവരുടെ മൈൻഡ് സെറ്റ് മാറുന്നു. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് നമ്മളെന്ത് വേണ്ടി വരും, അഡാപ്റ്റബിൾ ആവണം, ഫ്ലെക്സിബിൾ ആവണം, സിറ്റുവേഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട്, സ്ട്രാറ്റജികളിൽ ചേഞ്ചുകൾ വരുത്താനായിട്ട്, നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന അതേ മെത്തേഡിൽ മാത്രമേ ഉറച്ചു നിൽക്കുള്ളൂ എന്ന് ചിന്തിക്കാതെ, പിടിവാശികളില്ലാതെ അഡാപ്റ്റബിളായി മാറേണ്ടതും ബിസിനസ്സിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ 10 കാര്യങ്ങളും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം. അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സംരംഭകനായിരിക്കുന്ന വ്യക്തി എങ്ങനെ ചിന്തിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. നമ്മൾ ഇന്നോവേഷനെ പറ്റിയും ലേണിങ്ങിനെ പറ്റിയും ഗ്രോത്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. നമ്മൾ എത്രത്തോളം റെസിലിയൻ്റ് ആയിരിക്കണം, കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരിക്കണം, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം, പേഴ്സിവറിങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾക്കൊള്ളുക. അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, ഏതൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഇതിനോടൊക്കെ മാച്ചിങ് ആണ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും കൂടെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നോക്കി അതിശക്തമായി മുന്നോട്ട് പോവുക. ഒരുപാട് ബിസിനസ്സുകൾ ഇവിടെ ഉണ്ടാവട്ടെ, ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവട്ടെ. അത് നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും എല്ലാം വികസനത്തിന് വളരെ ആവശ്യമാണ്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.